ഇന്നലെ ഒരു അവിയലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലിൻ്റെ കഷ്ണം ഞാൻ പറഞ്ഞായിരുന്നു സാമ്പാർ കിറ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇതിൽ ബാക്കിയുള്ളതാട്ടോ ഇത്. ഫുൾ അവിയലിടാൻ പറ്റില്ലല്ലോ. ബീൻസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു സാമ്പാർ കിറ്റിൽ. പിന്നെ കോവയ്ക്ക, വലിയ ഉണ്ട കോവയ്ക്കായിരുന്നെങ്കിലും മുറിക്കാൻ നല്ല എളുപ്പം, നല്ല കോവയ്ക്ക. പിന്നെ വഴുതനങ്ങ, കുറച്ച് പയറുണ്ട്. പയർ കിറ്റിലുണ്ടായതല്ല, മേടിച്ചതിന് ഞാൻ കുറച്ച് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഒരു തോരൻ പോലെ ആക്കാം. കടുകൊന്നും വറുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കാം. പിന്നെ ഞാൻ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലിതിട്ട് എനിക്ക് അവിയൽ പോലത്തെ തോരൻ അറിയാം. കാരണം ഇന്നലെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ അവിയൽ എൻ്റെ മാത്രം ഫേവറേറ്റാണ്. എനിക്ക് കുറേ പച്ചക്കറി ഇട്ടിട്ടുള്ള തോരൻ, മെഴുക്കുവരട്ടി, അവിയൽ ഇതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ പറ്റും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റില്ല, തേങ്ങ ഇടുന്നുണ്ട്, അതുകൊണ്ട് മെഴുക്കുവരട്ടി എന്ന് പറയുന്നില്ല. ഇന്നലെ അവിയലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിയലിവിടെ പിള്ളേർ കഴിക്കലില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇന്നലെ ആക്കിയ അവിയൽ എനിക്കാണ് അവിടെ അവിയൽ ഫേവറേറ്റ്. ഇന്നലെ ഹസ്ബൻഡും മോനും ഞാൻ നോക്കുമ്പോൾ വൈകിട്ട് അവിയലിലെ കഷ്ണം പറക്കി തിന്നുന്നുണ്ടായിരുന്നു, പയറും കോവയ്ക്കൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ഇതിൻ്റെ ബാക്കിയുള്ള പച്ചക്കറി വെച്ചിട്ട് ഇതുപോലൊരു തോരൻ പോലെ ആക്കാം. ഞാൻ കടുകൊന്നും വറുക്കുന്നില്ല, ജസ്റ്റ് ഇത് വേവിച്ചിട്ട് തേങ്ങ ഇട്ടിട്ടെടുക്കാം. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആക്കി നോക്കാത്തവരൊന്നും ആക്കി നോക്കണം കേട്ടോ, ഹെൽത്തിയാണ്. ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് നമുക്കൊന്നൊന്ന് തുറന്ന് നോക്കാം, വെള്ളം വറ്റിയിട്ടുണ്ടോ നോക്കാം. അല്ല, വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിയലുണ്ടാക്കുമ്പോൾ ഒട്ടും വിചാരിച്ചില്ല മോൻ കഴിക്കുന്നത്. ഇവർ കഴിക്കില്ല എന്ന് വിചാരിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവർ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇത് ശരിക്കും വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓഫാക്കുവാണ്, ഗ്യാസ് ഓഫാക്കിയിട്ട് തേങ്ങ ഇടും കേട്ടോ. തേങ്ങ ഇട്ടു, ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ഒരു പച്ച ടേസ്റ്റ് അതിൽ വരണമെങ്കിൽ ഓഫാക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു അവിയലിൻ്റെ ടൈം അരയ്ക്കുന്നില്ല നമ്മൾ, വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ അതാ പറഞ്ഞൊരു ഹെൽത്തിയാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർ ചോറ് കുറച്ചെടുത്തിട്ട് ഇത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ള ഫൈബറൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇത്ര സിമ്പിളാണ്. ഞാൻ ഓഫാക്കിയെന്ന് പറഞ്ഞില്ലേ, ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കഴിക്കാനാകുമ്പോൾ എടുത്താൽ മതി. ഈ പ്രകൃതി ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്തിട്ടാണ് അതിലൊക്കെ ഫുഡ്, അത് തേങ്ങ ഇടുന്നത് കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യും, എന്നിട്ടാണ് തേങ്ങ ഇടൽ. ഇത് നമുക്ക് അടച്ചു വയ്ക്കും. നല്ല സ്മെല്ലാട്ടോ പച്ച വെളിച്ചെണ്ണയുടെ ആ വെജിറ്റബിൾസൊക്കെ വെന്തേൻ്റെയൊക്കെ കൂടി. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.